Hello guys. Driver, new driver. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മോണോമാർ. നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മളും ഒരു 7 ഡോഗുകളും ഗുജറാത്തിൽ നിന്ന് കേരളം വരെ വരുന്ന ഒരു ട്രാവലിംഗ് ആണ്. ആ സമയത്ത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ, നടന്നിട്ടുള്ള സംഭവ വികാസങ്ങൾ, നമ്മൾ ഏത് വഴിക്കൊക്കെയാണ് വന്നത്, എത്ര ദിവസം എടുത്തു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോണത്. ഇതിൽ ഫസ്റ്റ് തന്നെ ഇവരെ പേര് പറയാം, വാഗ്യ മേജിക്, വാഗ്യയുടെ 5 പപ്പീസ്. അപ്പോൾ അന്നത്തെ ഒരു ദിവസം നമ്മളൊരു നൈറ്റിൽ ഒരു സ്ഥലത്താണ് കിടന്നു തുടങ്ങിയത്. ഇന്ന് മോർണിംഗ് ആണ്. ഒരു നല്ലൊരു ഡോഗ് ലവറിന് കിട്ടി. അയാൾ വെള്ളമൊക്കെ കൊണ്ടുവന്നു, പിന്നെ കുറച്ച് അർക്കപ്പൊടി പോലത്തെ കൊണ്ടുവന്നു. അപ്പോൾ ഇവരുടെ പൊട്ടി കാര്യങ്ങളൊക്കെ ചെയ്താൽ നമുക്കത് ക്ലീൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ ഞാനതൊക്കെ ഒന്ന് വിതറിയിട്ടു. ഇത് അവരോരോ പപ്പികളായിട്ട് ഞാൻ എടുത്തു നോക്കിയതാണ്. 3 മെയിലും 2 ഫീമെയിലാണ് പപ്പിയുള്ളത്. നല്ല സൂപ്പർ പപ്പീസാണ്. ഡച്ച് ഷെപ്പേർഡാണ് കേട്ടോ ഇവർ. നമ്മുടെ ബ്രീഡിങ് ആയതുകൊണ്ടും നമ്മുടെ വാഗ്യാരെ കുട്ടികളായതുകൊണ്ടും നമ്മൾ ബെസ്റ്റ് എന്ന് പറയണം. പക്ഷേ വാഗ്യാരെ ബിഹേവിയറിങ്ങും ബ്ലഡ് ലൈനും ഒക്കെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. വളരെ നല്ലൊരു ബ്ലഡ് ലൈനാണ്, ക്യാരക്ടറൊക്കെ. പിന്നെയുള്ളതാണ് DDR ജർമ്മൻ ഷെപ്പേർഡാണ്. അതാണ് മാജിക്. ഇത് ഫുൾ ബ്ലാക്ക് പപ്പിയാണ്, ഇന്ദ്രി. അവളെ നമ്മൾ നമ്മുടെ ഒപ്പം വയ്ക്കാനുള്ള പരിപാടിയാണ്. വാഗ്യാരെ പോലെ തന്നെ ട്രെയിൻ ചെയ്തെടുക്കാനാണ്. ഞാൻ ഓൾ ഇന്ത്യ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒപ്പം 1 ഇയർ ട്രാവൽ ചെയ്തിട്ടുള്ള ഡോഗാണ് വാഗ്യ. മാജിക് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു 4 മന്ത് ആയിട്ടുള്ളൂ. മാജിക്കിന് ടോട്ടൽ 8 മന്താണ്. അപ്പോൾ നമ്മൾ സൂറത്തിൽ നിന്ന് ഇപ്പോൾ വഡോദര എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് ഒരു 200 കിലോമീറ്റർ സംതിങ് ആണ് ഉള്ളത് വഡോദരയ്ക്ക്. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഒപ്പം ഒരാളും കൂടിയും ജോയിൻ ചെയ്യുന്നുണ്ട്. അയാൾ ഒരു പ്രത്യേക സ്പെഷ്യലായിട്ടുള്ള ഒരാളാണ്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻ്റ് അടിക്കുക, നിങ്ങളുടെ ഡോഗ്സുള്ള ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ അയാളെന്ന് പറയുന്നത് അയാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അയാൾ നാളെ എത്തുള്ളൂ എന്ന് പറയണം. അപ്പോൾ ഒരു ദിവസം കൂടി നമ്മൾ സ്പെൻഡ് ചെയ്യണം അവിടെ. അപ്പോൾ ഇവരെ എല്ലാവരെയും കൊണ്ടിട്ട് ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലെടുത്ത് നിൽക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. റൂമിലെടുത്താൽ ഇവരെ നോക്കാൻ വേണ്ടി നമ്മളെപ്പോഴും വന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ റൂം എടുക്കാണ്ട് തന്നെ വണ്ടിയിൽ തന്നെ കിടക്കുകയാണ്, ഓരോ ആളെല്ലാം ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട്. നാളെ ഗുരുവായൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള എന്തെങ്കിലും ഒരു വ്യവസ്ഥ ഉണ്ടാക്കാം. ഭയങ്കര വികൃതികളാണ് ഇവർ. എന്ത് കിട്ടിയാലും ക്യാപ്ചർ ചെയ്ത് നശിപ്പിക്കുക. അപ്പോൾ നമ്മുടെ ബെൽജിയവും കണ്ടിട്ടില്ലേ, ബെൽജിയത്തിൻ്റെ സെയിം ബ്രീഡാണ്. കുറച്ചും കൂടി കൂടുള്ളൂ, കുറയില്ലേ. അപ്പോൾ മേജിക്ക് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫ്രണ്ട് വന്നതാണ്. മേജിക്കിനെ നല്ല രീതിയിൽ തന്നെ സോഷ്യലൈസേഷനൊക്കെ ചെയ്തിട്ട് നമ്മൾ വെക്കുകയാണ്. കാരണം അവളെ യങ് ഏജാണ്. നമ്മുടെ ഡോഗുകളിൽ ആയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ നിൽക്കുന്നത് കണ്ടപ്പോൾ അവിടെ നിന്നൊരു ആൾക്കാർ വന്നതാണ്, ഒരു ഫാമിലി. നല്ല ഡോഗ് ലവേഴ്സാണ്. അവരിപ്പം തന്നെ ഒരു ഡോഗ് വന്നിട്ടുണ്ട് റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട്. നല്ല തക്കട് മുണ്ടനാണ് അവനെ കണ്ടറിയാം ഇവർ നല്ല രീതിയിൽ ഡോഗിനെ നോക്കണമെന്ന്. आ जाओ, चाहिए ले लो, चाहिए तो ले लो। ये मम्मी അവരൊരു പപ്പീനെ ചോദിച്ചാണ് നമ്മളോട്. ഒരു വാഗ്യാനെ കണ്ട ഒരു നാടൻ പട്ടി പോലെ തോന്നുള്ളൂ. അവരെ പപ്പി കണ്ട ഓഫ് ലീഷ് നടന്ന് പോകണുണ്ട. എന്നിട്ട് നല്ല രീതിയിലല്ല, നല്ല ട്രെയിൻഡായിരിക്കണം അവൻ. അവരിങ്ങനെ തന്നെ എല്ലാ സ്ഥലത്തോട്ടും കൊണ്ടുപോയിട്ടായിരിക്കും നല്ല രീതിയിൽ. ഇവർക്കൊക്കെ അഡോപ്ഷൻ കൊടുക്കണം നല്ല രീതിയിൽ. പക്ഷേ ഇതിൻ്റെ വാല്യൂ ഒന്നും അറിയാത്ത കാരണം കൊണ്ട് അവർക്കതിനെ അത് വേറെ വല്ലവർക്കും കൊടുക്കുകയോ ഇവരെ കയ്യിൽ നിന്ന് കൈമറിഞ്ഞു പോകും. ഇവളെ കണ്ടാലും ഒരു നാടൻ പട്ടിയുടെ പോലെ. ബെൽജിയാണെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു കളർ കോഡിൽ അറിയാമെന്ന് വിചാരിക്കും. അവനെ ഞാൻ നല്ലോണം ഇങ്ങനെ സൂം ചെയ്ത് നോക്കുക. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവൻ പെട്ടെന്ന് തന്നെ കടന്നുപോയി.
പക്ഷെ നല്ല ഒരു ഒബീഡിയൻ്റ് ആയിട്ടുള്ള ഡോഗ്. പിന്നെ കുറച്ചും കൂടി ഞാൻ പോയപ്പോൾ ഇവിടെ നിന്ന് ഒരു കാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവമാണെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് കുറച്ച് വാങ്ങി വെച്ചു കഴിക്കാൻ. പിന്നെ ഗുരുവായൂർ വീട്ടിലോട്ട് എത്താൻ പറ്റില്ല. ഇന്നൊരു ദിവസം കൂടി നമ്മൾ സ്റ്റേ ചെയ്യണം. നാളെയാണ് ആളെത്തുള്ളൂ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ കാര്യമില്ല. അപ്പോൾ അവിടെ ഒരു സർക്കിൾ കണ്ടതാണ്. അപ്പോൾ അവിടെ ഛത്രപതി ശിവാജി മഹാരാജിൻ്റെ സ്റ്റാച്ചു. അപ്പോൾ ഞാനതൊന്ന് നോക്കുകയാണ്. വാഗ്യ എന്നുള്ള പേര് നമ്മൾ വെച്ചിട്ടുള്ളത് മഹാരാജിൻ്റെ ഇൻസ്പയർഡ് ആയിട്ടാണ്. വാഗ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഡോഗ് മഹാരാജിൻ്റെ ഡോഗായിരുന്നു. നല്ലൊരു വലിയൊരു സ്റ്റോറി തന്നെയുണ്ട് വാഗ്യയുടെ മഹാരാജിൻ്റെയും. അപ്പോൾ ആ ഒരു പേരാണ് വാഗ്യ നമ്മുടെ ഡോഗിന് വെച്ചിട്ടുള്ളത്. കുറച്ച് നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയതിന് ശേഷം ഒരു നല്ല തണലുള്ള സ്ഥലം നോക്കി. നല്ല ചൂടുള്ള സമയമാണ്. പിള്ളേരെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വാഗ്യ അവർക്ക് കുറച്ച് മുലയൊക്കെ കൊടുത്ത് നല്ല രീതിയിലായിട്ട് വെച്ചിട്ടുണ്ട്. മാജിക്കാണ് ഇവരെ നോക്കണ ഗാർഡിയൻ. ഇവളില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ വണ്ടികളുടെ അടുത്തോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മാജിക്ക് ഇവരെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്ത് കൊണ്ടുവരും. പല്ല് തട്ടാത്ത രീതിയിൽ കടിച്ച്, അല്ലെങ്കിൽ എന്നെ ഇൻഡിക്കേഷൻ എനിക്ക് തരും ബാർക്ക് ചെയ്തിട്ട്. നല്ല സ്മാർട്ടാണ്. ഇവരെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വേണം. ഭയങ്കര കുരുത്തം കെട്ട ഡോഗുകളാണ് പപ്പികളാണ്. ഇവരെ ഡ്രൈവും ആ ബ്ലഡ് ലൈനും ഒക്കെ നമ്മൾ നോക്കണം. പിന്നെ മാജിക്കിൻ്റെ ആ ഒരു ടെമ്പർ മൈൻഡ് ഒന്ന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളായിട്ട് കുറച്ച് നേരം ഒന്ന് ബോൾ കൊണ്ടൊക്കെ കളിച്ചു. ഇവിടെ തന്നെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം ഇന്ന് നൈറ്റും കൂടി നമ്മൾ സ്റ്റേ ഉണ്ട്. നാളെയാണ് ആളെത്തുള്ളൂ. ആൾ ജമ്മു കാശ്മീരിൽ നിന്നാണ് വരുന്നത്. Okay, good girl. Come, cute like it. Good girl. Good girl. ഒരാൾ മതിൽ ചാടി അങ്ങോട്ട് പോയത്. അവളൊന്ന് അയാളെ പേടിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് അവളെ അവിടെ ഇരുത്തിയതാണ്. പപ്പീസിനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഉറങ്ങായി കാരണം കൊണ്ട് ഞാനൊന്ന് കയറ്റിയിട്ടത് അവരെ. ഇവരായിട്ട് കളിച്ചിരിക്കാൻ നല്ല രസമായിട്ടാണ്. ഇവൻ്റെ പേരാണ് കൽക്കി എന്നിട്ടുള്ളത്. വളരെ ഇൻ്റലിജൻ്റ്. അവൻ്റെ ഇയർ മാത്രമാണ് പൊന്തിയിട്ടുള്ളൂ. എല്ലാവരും നല്ല ബ്രിൻഡിൽ കളറൊക്കെയാണ് കേട്ടോ. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ ബാക്കിലാണ് ഇവർ ഇട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ ചാടി കുറച്ച് നേരത്തിനുള്ളിൽ ഇവിടേക്കൊക്കെ വന്ന് റൗണ്ട് അടിക്കലൊക്കെ തുടങ്ങി. പക്ഷേ ക്ലീനിങ്ങിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴും വാങ്ങിയ 45 ഡേയ്സ് ഇപ്പോൾ കഴിഞ്ഞു പപ്പീസിന്. വാക്സിൻ ഇട്ടിട്ട് നമ്മൾ 2 ദിവസം ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. പോട്ടിയൊക്കെ ഇപ്പോഴാണെങ്കിൽ അവൾ കഴിക്കും. യൂറിനൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. ഇപ്പോഴും മദർ ക്ലീൻ ചെയ്യും. അതുകൊണ്ട് തന്നെ എനിക്കധികം പണിയൊന്നുമില്ല. നല്ല ഉറക്കത്തിൽ ഇവരെ ആക്ടിവിറ്റീസുകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പിന്നെ നമ്മൾ ചെറുപ്പം തൊട്ടിട്ട് ഇവരെ പ്രായത്തിലെടുത്ത് വളർത്തിയതാണ് ഞാൻ വാങ്ങിയാണ്. അപ്പോൾ അവളുടെ കുട്ടികളെന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ്. ഇവൻ ഭയങ്കര ഒബ്സർവേഷനാണ് കലിക്ക്. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും അവിടെ ഓർഡർ ചെയ്യുന്നുണ്ട്. മുമ്പ് തന്നെ ഓർഡർ ചെയ്ത് വെച്ച ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കത് ഡെലിവറിയും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാംഗ്ലൂർ വഴിക്കാണ് പോണത്. അപ്പോൾ ബാംഗ്ലൂർ ഇവരെ ഒന്ന് ഡെലിവറി ചെയ്ത് പിന്നെ നമ്മൾ ചെന്നൈ, കാഞ്ചീപുരം അങ്ങനെ കേരളത്തിലോട്ട് വരാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ട്രാവലിങ് എങ്ങനെ നീണ്ടു പോകുമെന്നറിയില്ല ഈ യാത്ര. ഈ പപ്പീസും പിന്നെ ഇതൊക്കെയാണ്. പിന്നെ കുറേ രോഗങ്ങളൊക്കെ ഡിസീസുകളൊക്കെ വരാം. പാർവോ ക്ലൈമറ്റും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ പാർവോ അങ്ങനെയുള്ള പല ഇതുകളും വരാം. അപ്പോൾ അതിനുള്ള നമ്മൾ പ്രിക്കോഷൻ എടുത്തിട്ടുണ്ട്. വാക്സിൻ ചെയ്തിട്ടുണ്ട് 45 ഡേയ്സ്. പക്ഷേ വാക്സിൻ എടുത്ത ഡോഗുകൾക്കും അങ്ങനെയുള്ള വന്നിട്ടുള്ള ഇതുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്കത് പകുതി നോക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടെ മദറിനെ നമ്മൾ വളർത്തി കൊണ്ടുവന്നിരുന്ന സമയത്തൊന്നും നമുക്ക് അങ്ങനെയുള്ള ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇതിനായിട്ട് കുറച്ചുകൂടി ഒരു 90 ഡേയ്സ് ടൈമിൽ തൊട്ടിട്ട് വാഗ്യൻ്റെ ഒപ്പം ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹൈദരാബാദിൽ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. മുംബൈ, ഡൽഹി അങ്ങനെയാണ് പോയിട്ടുള്ളത്. പിന്നെ 6 മന്ത് വാഗ്യ റെസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ മാജിക്ക് ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഒരു 4 മന്ത് ആയിട്ടുള്ളൂ.
മാജിക് വേറൊരു സ്ഥലത്തായിരുന്നു. അതിനിടെ ചെറിയ സമയത്ത് ഒരു 1 മന്ത് 2 മന്ത് മാജിക്കിന് സിറ്റ് ഡൗൺ സ്റ്റേ ബേസിക് ഒബീഡിയൻസ് ട്രെയിനിങ്ങുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇപ്പോൾ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഓഫ് ലീഷലും കാര്യങ്ങളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇവർക്കൊക്കെ ഇത്ര ഡോഗുകളുണ്ടെങ്കിലും നമ്മൾ ഇവരെ ലീഷിലോ ഇതിലൊന്നും കൺട്രോൾ ചെയ്യാറില്ല. പിന്നെ പപ്പീസ് ഇപ്പോൾ നല്ല രീതിയിൽ നമ്മൾ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെ നഖമൊക്കെ ഒന്ന് വെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിയിൽ കാൽസ്യമൊക്കെ പെട്ടെന്ന് തന്നെ ഇവർക്ക് ഏൺ ചെയ്യാൻ പറ്റും ബോഡിയിലോട്ട്. ഡിവോമിങ്ങും ഒരു വട്ടം ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ ഒന്ന് പ്രോപ്പറായിട്ട് നമുക്ക് ഇവരെ ഓണേഴ്സിനൊക്കെ ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കണം. ഈ ഒരു ട്രാവലിങ്ങൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും ഇവർക്കൊരു നല്ല അതിൽ ഏതൊക്കെ കുട്ടികൾ ഹെൽത്തി ആയിട്ടുണ്ട്, നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഈ ഒരു ട്രാവലിങ്ങിൽ അറിയാൻ പറ്റും. ബാംഗ്ലൂർ വരെ എത്തിയിട്ട് അന്ന് നൈറ്റും ഞാനൊരു വേറൊരു സ്ഥലത്താണ് സ്റ്റേ ചെയ്തത്. അന്ന് നമുക്ക് ഇങ്ങനെ ഒരു കുറച്ച് ഡോഗ് ലവേഴ്സിനെ കിട്ടി. പിള്ളേരൊക്കെ ഫീഡിങ്ങൊക്കെ കൊടുത്ത് കുറച്ച് നേരം ഒന്ന് കളിപ്പിച്ച് അവരെ പോട്ടിയൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഗുരുവായൂർ അങ്ങോട്ട് പോണ ഏരിയയാണ്. ഇവിടെ ഭയങ്കര ഡോഗ്സാണ്. ഒരു എത്രയെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒന്ന് വന്ന് ഇവരെ പോട്ടിയും യൂറിൻ കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ച് ഒന്ന് പോവാമെന്നാണ് വിചാരിച്ചത്. റോട്ടിലൊക്കെ ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടാവും. വാഗിയും മാജിക്കിനും പോട്ടിയൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സ്ഥലമാണ് നല്ലത്. നമുക്ക് പപ്പീസിനും കൂടി ഒന്ന് ഇറക്കാം. അവർ ഇതൊക്കെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കണം. ഒറ്റയ്ക്ക് ആയ കാരണം കൊണ്ട് എനിക്ക് വലിയ ഇതൊന്നും ഫീൽ ചെയ്യണില്ല. മാജിക്കും ഭാഗ്യമുള്ള കാരണം കൊണ്ട് ഇവർ രണ്ടാളും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പോലെയാണ്. അപ്പോൾ പപ്പീസിനെ ആണെങ്കിലും നോക്കാൻ ഇവരായാലും മതി. അങ്ങനെ ഈവനിങ് ആയപ്പോഴേക്കും ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ് ഞങ്ങൾ. ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുകയാണ്. കുറച്ച് അത്യാവശ്യം ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾക്ക് ഇവിടെ സ്റ്റേ ചെയ്യുകയാണ് ആളുടെ അവിടെ. അപ്സ്റ്റെയറിൽ ഇവരിടാമെന്ന് വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലൊക്കെ ഇവർ 4 ആക്കും. പിള്ളേരുകൾ സ്റ്റെയർ കേസ് കയറി പഠിക്കാനൊക്കെ ഇത് നല്ലതാണ്. ഇപ്പോൾ 2 മാത്രം പേടിച്ച് അവിടെ നിന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും നമ്മൾ കയറ്റി ഇവിടെ അത്യാവശ്യം ഇവർക്ക് യൂറിൻ പോട്ടിയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ചെയ്താലും ഭാഗ്യം തന്നെ അത് ക്ലീനാക്കും. അങ്ങനെ പിറ്റേ ദിവസം നമ്മൾ അന്നത്തെ ദിവസം തന്നെ കേട്ടോ, ഇത് അന്ന് ഈവനിങ് ആയപ്പോഴേക്കും നമ്മൾ വണ്ടിയൊക്കെ ഒന്ന് ഫുള്ളായിട്ട് ക്ലീനാക്കി. അത് കഴിഞ്ഞിട്ടൊന്ന് അമ്പലത്തിൽ പോയി. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത യാത്രയല്ല. ഒരു സ്പിരിച്വൽ ഗുരുവായൂരുള്ള കാരണമുണ്ട്. ആളൊരു യോഗിയാണ്, ഒരു നാഗ സന്യാസിയാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ ഒരു അക്കാഡയിലുള്ളതാണ്, ജൂൺ അക്കാഡയിൽ നിന്നാണ്. സനാതനഗിരി എന്നാണ് ആളുടെ പേര്. ഇത് ഇവിടുത്തെ ഒരു നല്ല ഫേമസ് മന്ദിരമാണ്. ഞാൻ മറന്നുപോയി അമ്പലത്തിൻ്റെ പേര്. അവരിങ്ങനെ ശിവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇതാക്കുക. അപ്പോൾ ആളെ പരിചയമുള്ള ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചൊക്കെയാണ്. ഞാനും വായിക്കും കൂടിയിട്ടാണ് വന്നത്. പിന്നെ പോകുമ്പോഴേക്കുള്ള കുറച്ച് ടെൻറ്റ് സംഭവങ്ങളൊക്കെ ഒന്ന് വാങ്ങി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി റൂമൊന്നും എടുത്ത് നിൽക്കണ്ട. അപ്പോൾ അന്ന് രാത്രി ഒന്ന് പിള്ളേർ മേലെയാണ് കിടന്നുറങ്ങുന്നത്. അപ്പോൾ അവരുടെ അടുത്തൊന്ന് വന്ന് വിഷ് ചെയ്ത് ഗുഡ് നൈറ്റൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഇവരെ ആക്ടിവിറ്റീസുകൾ ഇങ്ങനെ കണ്ടിരുന്നുണ്ടെങ്കിൽ എത്ര സമയമാണെങ്കിലും നമുക്ക് സമയം പോണ വഴി അറിയില്ലേ. പിന്നെ മാജിക്ക് ഇവരുടെ സെക്കൻഡ് മോമാണ്, ഇവരെ കെയർ ടേക്കറാണ്, എല്ലാമാണ്. അത് കാരണം കൊണ്ട് പിന്നെ
എനിക്ക് എൻ്റെ ഇവരെ നോക്കാനുള്ള എഫേർട്ട് വളരെ നല്ല രീതിയിൽ കുറയ്ക്കുന്ന ആളാണ് മേജിക്ക്. ഇതിപ്പോൾ പിറ്റേ ദിവസമായി. അപ്പോൾ ഇന്നാണ് നമ്മൾ ട്രാവലിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് ഇങ്ങനെ ഫുഡ് കുക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങൾ വേണ്ട. അപ്പോൾ ഒന്ന് കാലത്ത് അമ്പലത്തിൽ വന്നതാണ്. അപ്പോൾ ഒരു നല്ലൊരു കാഴ്ച കണ്ടു. ഒരാൾ ചൂട് കായാൻ വേണ്ടിയിട്ട് കിടക്കുകയാണ്. ഇവിടെ രാത്രിയാണെങ്കിൽ അത്യാവശ്യം തണുപ്പാണ്. ഈ അമ്പലത്തിൽ ഇങ്ങനെ സോങ് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ മ്യൂട്ട് ചെയ്തേ. ഇവിടെ നമ്മൾ സാധനങ്ങൾ പല ചരക്ക് വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഗുരുഭായ് ഷോപ്പിൽ പോയിട്ടുണ്ട്. ഫുള്ള് ഗ്യാങ്ങുകളാണ്. ഇവിടെ കുറേ ഡോഗുകളുണ്ട്, സ്ട്രീറ്റ് ഡോഗ്സ്. മാജിക്കിന് ഇത് നല്ല എക്സ്പീരിയൻസ് ആണ്. അവളാണ് ഹാൻഡിൽ ചെയ്യാനൊരു ബുദ്ധിമുട്ട്. ഭാഗ്യ ഓൾറെഡി നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. ഭാഗ്യയാണ് മാജിക്കിനെ ഹാൻഡിൽ ചെയ്യാൻ എന്നെ നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരാൾ. പക്ഷേ ഈ ഒരു യങ് ഏജൻ്റാണ്, 8 മന്ത് അല്ല ആയിട്ടുള്ള. അവൾക്കൊരു 1 ഇയറൊക്കെ കഴിയുമ്പോൾ റെഡിയാവും. ഭാഗ്യാനിപ്പോൾ സെക്കൻഡ് ഹീറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ള മീറ്റിങ് 15 മന്തിൽ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഡോഗ്. ഇനി ഒരു 3 ഇയറായിട്ടാണ് നെക്സ്റ്റ് ബ്രീഡിങ് ചെയ്യുള്ളൂ. ഇതൊരു ആ റെഗുലർ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് കാട്ടി കൊടുത്തതാണ്. ഫസ്റ്റ് ഹീറ്റ് മിസ് ചെയ്തിട്ട് സെക്കൻഡ് ഹീറ്റിൽ അങ്ങനെ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. ഇവിടുന്ന് കുറച്ച് ദൂരം തന്നെ ഉള്ളൂ ആളെ വീട്ടിലോട്ട്. അപ്പോൾ ഇവരുടെ മോർണിംഗ് വാക്കാവും, ട്രെയിനിങ്ങും ആവും, സോഷ്യലൈസേഷൻ കാര്യങ്ങളൊക്കെ. മെയിൻലി ആർക്കാന്ന് വിചാരിച്ച മേജിക്കിന്. ഭാഗ്യക്കിന് പ്രൊഫഷണൽ ട്രെയിനിങ്ങുകളുടെ കാര്യങ്ങളൊക്കെ വേണ്ട. അപ്പോൾ നമ്മൾ വണ്ടിയിൽ തന്നെ കണ്ടീഷൻ ബോക്സ്, ഡോപ്പമിൻ ബോക്സ്, പ്ലേസ് കമാൻഡിനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ആ ട്രെയിനിങ്ങുകളും നമുക്കിനി ഒന്ന് കാണിക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊരാളും കൂടി നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫഷണൽ വീഡിയോസുകൾ നമുക്ക് നല്ല രീതിയിൽ കാണിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സോഷ്യലൈസേഷൻ വിത്ത് ബിഹേവിയറിങ് കറക്ഷൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൂടെ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ പരമാവധി സോഷ്യലൈസേഷൻ ചെയ്യുക. നിങ്ങളുടെ ഡോഗുകളെയാണെങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോഗ് ലവേഴ്സ്, ഡോഗുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചാൽ ഡോഗുകളെ സോഷ്യലൈസേഷൻ ചെയ്യുക, മാക്സിമം അവരായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, പുറത്തോട്ട് കൊണ്ടുപോവുക. നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് കയറിയിട്ടുണ്ട്. മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഈസി തന്നെയാണ്, അധികം ദൂരമില്ല, ഒരു 150-200 കിലോമീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവിടെയുള്ളൊരു അമ്പലമാണ്. അപ്പോൾ അതിൻ്റെ അവിടുത്തെ കുളത്തിൽ നമുക്ക് കുളിച്ച് ഫ്രഷ് ആവാനുള്ള നല്ല ചൂടുള്ള സമയമാണ്. ഇതൊരു ഉച്ച സമയത്ത് വന്ന് ഞാനും മേജിക്കും അവിടെ കിടന്ന് ആർമാദിക്കുകയാണ്. അപ്പോൾ ഗുരുഭായിക്ക് അവിടെയുള്ള ആളുടെ സാധനയും പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവിടെ സൗകര്യം ഉണ്ടാവും, വെള്ളത്തിൻ്റെ അടുത്തായ കാരണം കൊണ്ട്. മേജിക്കിന് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. വായിക്കാനെ നമ്മളൊന്ന് ഫോഴ്സ് ചെയ്താൽ മാത്രമാണ് വെള്ളത്തിലോട്ട് വരുള്ളൂ. ഇതെന്താ അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിപ്പെൻഡ് ഓഫ് ബ്രീഡാണ്. ജർമ്മൻ ഷെപ്പേർഡിന് പൊതുവേ ഒരു ഇഷ്ടമാണ്. ഞാൻ പറയുന്നു എക്സ്പെഷ്യലി DDR ജർമ്മൻ ഷെപ്പേർഡിന് വളരെ ഇഷ്ടമാണ് വെള്ളം. പിന്നെ അവരെ ഡ്രൈവ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ക്യാപ്ചർ ചെയ്യാനോ കാര്യങ്ങൾക്ക് വേണ്ടി വെള്ളത്തിലോട്ടിട്ടാലും പേഷ്യൻസ് കുറവാണ്. ഭയങ്കര ഇങ്ങനെ കുതിച്ചിരിക്കുന്ന ഒരു ടെമ്പർമൈൻഡാണ്. പെട്ടെന്ന് തന്നെ പോയിട്ട് അത് എടുത്തിട്ട് വരും. ഭാഗ്യക്കാണെങ്കിൽ കുറച്ചൊന്ന് നോക്കി നിന്നിട്ടാണ് അതിലേക്ക് പോവുള്ളൂ. പിന്നെ നമ്മൾ നല്ല ഫോഴ്സ്ഫുള്ളി വിളിച്ചാൽ മാത്രമാണ് വരുള്ളൂ. ഇത് പക്ഷേ ഒന്ന് വിളിക്കേണ്ട താമസമുള്ളൂ. പ്രത്യേകമായിട്ട് ബോളോ ഒറ്റ കാര്യങ്ങളും ഇല്ല, ഡ്രൈവിനുള്ള ഒറ്റ കാര്യങ്ങളും ഇല്ലെങ്കിലും പറന്നങ്ങോട്ട് എത്തും മാജിക്കിനും ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് നല്ല രീതിയിൽ പഠിപ്പിക്കണമെന്നാണ്. ഇപ്പോൾ കോമ്പറ്റീഷനാണെങ്കിലും 15 മന്ത് ആവണം ഡോഗ്സിന് 1.5. അപ്പോൾ ഭാഗ്യപ്പോൾ ഓൾറെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്രിപ്പറേഷനൊന്ന് റെഡിയാക്കേണ്ട ആവശ്യമുള്ളൂ, ഒന്ന് പ്രിപ്പയർ ചെയ്യണം അതിന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ അവിടെ നിന്ന് പിന്നെ കർണാടക ഉദ്ദേശിച്ചിട്ടാണ് പോണത്. ബാംഗ്ലൂരിലാണല്ലോ ഇനി പപ്പികൾ വേണ്ട. അതിൻ്റെ നെക്സ്റ്റ് ഡേ ഒരു മോർണിംഗ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പപ്പീസിനൊക്കെ ഈ റോട്ടിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള
ഇതുകളുണ്ടാവും. അപ്പോൾ നമ്മളവരെ എന്തെങ്കിലുമൊക്കെ ഒരു ശബ്ദം ഒരു ഇൻഡിക്കേഷന് കൊടുത്തിട്ടാണ് നമ്മളവരെ പുറത്തോട്ടൊക്കെ അഴിച്ചു വിട്ട് അത്യാവശ്യം നടത്തിച്ച് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവർ ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ഭാഗ്യം ഉണ്ടാവും. അന്ന് നമ്മൾ നൈറ്റ് ഇവിടെയാണ് സ്റ്റേ ചെയ്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചു ടെൻറ്റിൽ പുറത്ത് കിടക്കാമെന്നാണ് വിചാരിക്കുന്നത് ഭാഗ്യകരൊപ്പം. നമ്മൾ ഗുജറാത്തിൽ നിന്ന് വരുന്ന സമയത്ത് കുറേ നമ്മൾക്ക് ഇതുണ്ടായിരുന്നു, കാരണം പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവിടെ ലെപ്പേഡുകൾ ഭയങ്കരമായിട്ട് കൂടുതലുണ്ടായിരുന്നു. വഡോദര അവിടെയൊക്കെ നമുക്കിങ്ങനെ ടെൻ്റ് അടിച്ച് കിടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ ആകുമ്പോൾ നല്ല സുഖം, നല്ല ചന്ദ്രനൊക്കെ കണ്ട് മോർണിംഗ് അപ്പം എന്തായാലും സൂര്യകൂടി ഉദിക്കാമെന്ന് നമുക്കറിയാം. അപ്പം അതിനനുസരിച്ച് നമ്മൾ കിടക്കുകയാണ്. പിന്നെ ഭാഗ്യമുള്ള കാരണം കുഴപ്പമില്ല, ആർക്കും പെട്ടെന്നൊന്നും നമ്മുടെ അടുത്തോട്ട് വരാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ അവൾ ഇൻഡിക്കേഷൻ തരും. ഞാൻ ഉദ്ദേശിച്ച വല്ല കള്ളന്മാരോ വല്ല പിടിച്ചുപറിക്കാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഇതാണ് ഉദ്ദേശിക്കുന്നത്. അവരെ നിന്നൊക്കെ നമുക്ക് ഡോഗുകളുണ്ടെങ്കിൽ നല്ല ഒരു ഇതാണ്. ആരും പെട്ടെന്ന് തന്നെ നമ്മളെ കയറിയിട്ട് എന്തെങ്കിലും ഒരു ചീറ്റിങ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് വരെ പോലുമില്ല. കാരണം അതൊരു റിസ്ക്കാണെന്ന് അവർക്ക് തോന്നുന്ന കാരണം അവർ അവോയ്ഡ് ചെയ്ത് വിടും. രണ്ടാമത് ഇനിയിപ്പോൾ ആരെങ്കിലും രാത്രി സമയങ്ങളിൽ ഡ്രഗ് അഡിക്റ്റ് ആയിട്ടൊക്കെ ഡ്രങ്ക് പീപ്പിളൊക്കെ വന്നാലും നമുക്ക് ഇവരൊരു നല്ല ഡിഫെൻഡിങ് ആണ്. പിന്നെ ഇവർ നമ്മുടെ ഒരു ഏരിയയിലോട്ട് വന്ന് നമ്മുടെ കാറിലോട്ട് വരാം, നമ്മളെ ബോഡിയിൽ ടച്ച് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് ഇവർ ഉപദ്രവിക്കുകയുള്ളൂ. അതിനുള്ള ഫൗണ്ടേഷൻ ട്രെയിനിങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ്. ഭാഗ്യ അലേർട്ടായിട്ടാണ് ഇരിക്കുക. ഒരു ചെറിയൊരു അനക്കം കേൾക്കുമ്പോഴേക്കും മൃഗങ്ങളാണെങ്കിലും ഹ്യൂമൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ഇവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. അങ്ങനെ മോർണിംഗ് ആയപ്പോഴാണ് ശരിക്ക് ഈ സ്ഥലത്തിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് മനസ്സിലായത്. ഭാഗ്യ അവിടെ നിന്ന് ഒരാൾ വരുമ്പോൾ അലേർട്ടായിട്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോഴും നമ്മൾ കർണാടകയിൽ എത്തിയിട്ടുണ്ട്. കർണാടക എത്തിയിട്ടില്ല കേട്ടോ, ബോർഡർ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോകേണ്ടത് വൈറ്റ് ഫീൽഡിലേക്കാണ് പോകേണ്ടത്. ഇവിടെ ഒരു സ്ഥലത്തൊരു ബ്രേക്കിന് വേണ്ടി നിർത്തിയതാണ്. കർണാടക ഇപ്പോൾ എത്തിയിട്ടില്ല, നമ്മൾ മഹാരാഷ്ട്രയിൽ തന്നെയാണ്. അവിടെ തോട്ടോടമേരെ ഒരു സ്മാരകം എന്ന് തോന്നുന്നത് കണ്ടിട്ട് ഭാഗ്യ അലേർട്ടായിരിക്കുക. പിന്നാലെ നമ്മുടെ യങ് ഗേൾ മേജിക്കും. അപ്പോൾ അത് അവർ തന്നെ എക്സ്പീരിയൻസ് ചെയ്തു ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. അധികമൊന്നും കറക്ഷനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. പിള്ളേരൊക്കെ ഇങ്ങനെ കടകടാന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടായ കാരണം കൊണ്ട് അവർക്ക് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്തും നല്ല ഫീൽ ചെയ്യും ചൂട്. വണ്ടിയിലാണ് ഇവർക്ക് സേഫ്, AC-യിൽ. പക്ഷെ പുറത്തിറങ്ങിയിട്ട് ഈ ഒരു ക്ലൈമറ്റിനോടൊക്കെ ഇവർ സെറ്റ് ആവണം. ഇപ്പോൾ ഇത്ര ഉള്ള ട്രാവലിങ്ങിൽ പപ്പീസിന് ഇപ്പോഴും വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും കർണാടക ലക്ഷ്യമാക്കിയിട്ട് വൈറ്റ് ഫീൽഡ് ലക്ഷ്യമായിട്ട് യാത്ര തിരിക്കാനുള്ള പരിപാടിയാണ്. പിള്ളേരൊക്കെ എടുത്തിട്ട് ബാക്കിൽ കേജിലിടുള്ളൂ. ചെറിയൊരു കേജ് നമ്മൾ അറേഞ്ച് ചെയ്തു. ഗുരുവായും കൂടി ഉള്ള കാരണം കൊണ്ട് അയാൾക്കും കൂടി ഒരു ബുദ്ധിമുട്ടാവും. നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ ഒപ്പം ട്രെയിനിങ് പഠിക്കാൻ വേണ്ട ചെക്കന്മാരാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ ആദിയോഗീനെ ടെമ്പിളൊന്ന് വിസിറ്റ് ചെയ്യണം. പിന്നെ അവിടെ ഈ ഒരു പോക്കിലൊരു സ്പെഷ്യലുണ്ട്.
അതായത് വെള്ളിയാങ്കിരി ഇപ്പോൾ ഓപ്പൺ ആവാൻ പോവുകയാണ്. അപ്പോൾ വാഗ്യേനെ ചെറുപ്പത്തിൽ ഞാൻ വെള്ളിയാങ്കിരി കൊണ്ടുപോയി കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാഗ്യേരെ കുട്ടികളുണ്ടായപ്പോൾ നമ്മൾ വെക്കുന്ന ഒരു കുട്ടീനെ എനിക്ക് അവിടെ കൊണ്ടുപോയിട്ട് കാണിക്കണമെന്നുണ്ട്. വാഗ്യേരെ പോലെ തന്നെ ഒരു ഫീമെയിൽ പപ്പീനെയാണ് നമ്മൾ വയ്ക്കുന്നത്. അവളുടെ പേര് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഇതിൽ തന്നെയുള്ള ഒരു പപ്പിയാണ്. അപ്പോൾ അവളെയും കൊണ്ടിട്ടൊന്ന് പോകണമെന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള ഒരു പെർമിഷൻ നമുക്ക് റെഡിയാക്കണം. ഇപ്പോൾ വെള്ളിയാങ്കിരി ഈ ആദിയോഗിയുടെ അവിടെ ആൾക്ക് കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഗുരുബായിക്ക് കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടി ഒന്ന് കയറിയിട്ട് വരാം. ഇതിൽ ടഫാണ്. ഒരു 7 മലയുണ്ട്. അതൊരു നമുക്കൊരു നല്ല ഒരു വ്ളോഗായിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കർണാടകയുടെ ഏകദേശം ബോർഡർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ചതിച്ച് നമ്മൾ ഉള്ളിലോട്ട് ഹൈവേയുടെ പണിയായ കാരണം കൊണ്ട് ഒരു ഷോർട്ട് കട്ട് തപ്പി പോയതാണ്. അപ്പോൾ ഒരു ഉൾഗ്രാമത്തിൽ പോയിട്ട് പെട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള പിള്ളേരുകളൊക്കെ നമ്മുടെ ഡോഗുകളെയൊക്കെ നോക്കിയിരിക്കുകയാണ്. പിന്നൊരു സ്ഥലത്ത് നമ്മൾ ഒരു നല്ലൊരു ഓറഞ്ച് തന്നെയാണോ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് നിർത്തിയത്. അപ്പോൾ നമ്മുടെ സനാതനഗിരി ബാബാജി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഒരു ഓറഞ്ച് തന്നെയാണോ നോക്കാൻ പോണതാണ് അത്. അയാൾ കാശ്മീരിലൊക്കെ അവിടെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവില്ലോ. പിന്നെ ഇവരവിടെ ഉണ്ടാവും തോന്നുന്നു. എനിക്ക് ഗുജറാത്തിൽ എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. ഞാൻ വിചാരിക്കുന്നത് ഒരു ഓറഞ്ച് തോട്ട് തന്നെയാണെന്ന് പറഞ്ഞത്. നല്ല ഏരിയയാണ്. ഇപ്പോൾ ഒന്ന് പിള്ളേരെ ഇറക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ നമ്മളിപ്പോൾ അവരെ ഒരു ബ്രേക്ക് എടുത്തിട്ട് അധികം ടൈം ആയിട്ടില്ലേ. പിന്നെ അവിടെ വെള്ളമൊക്കെ ഉണ്ട്. മേജിക്കിന് കണ്ട ഇഷ്ടമാവും. പിന്നെ വണ്ടി ആകെ ഇനിയിപ്പോൾ നൈറ്റ് ആവാൻ പോണത്. ആകെ നനഞ്ഞ് അളിപൊളിയാവും. പിന്നെ ഇറക്കാൻ നിൽക്കണില്ലേ. സനാതൻ ബാബാജി വരുന്നത് നോക്കിയിരിക്കുക. നല്ല അറ്റ്മോസ്ഫിയർ, നല്ല കാറ്റ്, നല്ല കിളിക്കൂട്. ബാബാജി നല്ല കുറച്ച് ഓറഞ്ച് ഇലക്കി കൊണ്ടുവന്നുണ്ട്. ബാബാജിക്ക് എന്ത് പൈസ വല്ലവരെ തോട്ടം എല്ലാം നമ്മുടെ ഓം ശിവോഹം. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ. പക്ഷേ ആൾ പറയണത് കാശ്മീരിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ നടന്നു പോവുകയാണെങ്കിൽ ആക്രോട്ട, ആപ്പിള, ഓറഞ്ച് എന്തുണ്ടെങ്കിലും നമുക്ക് കഴിക്കാം. എടുത്ത് കൊണ്ടുപോകാൻ പാടില്ല ബാഗിലാക്കിയിട്ട്. പക്ഷേ നമുക്ക് വിശക്കുന്നതിനനുസരിച്ച് കഴിച്ചാൽ ആരൊന്നും പറയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞു സൗത്ത് ഇന്ത്യ പക്ഷേ വെരി ഡേഞ്ചറസ് ഏരിയ. ഇത് ഭയങ്കര ഡിഫറെൻ്റാണ്. നമ്മുടെ നോർത്ത് ഇന്ത്യ പോലെയല്ല. സൂക്ഷിക്കണം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ നോ പ്രോബ്ലം. ഒരു ബാബകളല്ല നമുക്ക് ഇത് ചെയ്യാറുള്ളൂ. പക്ഷേ ഞാൻ പറയുകയാണ് ഇവിടെ അധികം ഇങ്ങനെയുള്ള ബാബകൾ, അഘോരികൾ, നാഗ് ഇങ്ങനെ കുറിച്ചിട്ടുള്ള സമ്പ്രദായങ്ങളെ കുറിച്ചിട്ടുള്ള ഇതുകളെ വലിയ അറിവില്ലാത്ത ആൾക്കാരാണ്. അവിടെ ബാബകളെയൊക്കെ കുറിച്ചിട്ടുള്ള അറിവും അവരുടെ ജീവിത ശൈലികളും പെരുമാറ്റ രീതികളൊക്കെ അറിയുന്ന ആൾക്കാരുണ്ട്. അത് അവർക്ക് അഡോപ്റ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരത് അത്ര പെട്ടെന്ന് ഇതാക്കില്ലേ. പിന്നെ നമ്മൾ ഫുഡ് അടിക്കൊന്ന് വെയിറ്റ് ചെയ്ത് അവിടെ നമുക്കൊരു ചെറിയൊരു പട്ടിക്കുട്ടിയൊക്കെ ആയിട്ട് മിങ്കിൾ ചെയ്ത് വീണ്ടും ഒരു നൈറ്റ് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇന്ന് വാഗിയെ പതിവിലേറെ അലേർട്ടാണ്. വേറെ അപശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അത്യാവശ്യം ട്രാവൽ ചെയ്ത് ക്ഷീണമുള്ള കാരണം കൊണ്ട് ടെൻ്റ് എടുത്ത് പുറത്തിട്ട് നേരെ കിടന്നു. റോഡിൻ്റെ അവിടെ നിന്ന് ഹൈവേ നിന്ന് അധികം ദൂരമില്ലാത്തൊരു ഏരിയയാണ്. പക്ഷേ വാഗി നല്ല അലേർട്ടാണ്. എന്നാൽ എന്താണെങ്കിലും പിന്നെ ഒരു സൗണ്ട് വരുന്നുണ്ട്. എന്താണെങ്കിലും നാളെ കാലത്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം മോർണിംഗ് നമ്മൾ ആ സ്ഥലം ഒന്ന് അപശബ്ദം ഉണ്ടായിരുന്ന സ്ഥലത്തോട്ട് ഒന്ന് നോക്കാൻ പോവാണ്. Good. Get it. Bhaiya, get it. അപ്പോൾ അതൊരു ഫ്ലക്സുകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തായിരുന്നു.
അത് മുഴുവൻ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു മങ്കികൾ. അങ്ങനെ നമ്മൾ വൈറ്റ് ഫീൽഡ് നമ്മളെത്തി ഇവിടെ കർണാടകയിൽ. ഒരു മോർണിംഗ് ഒരു ഈവനിങ് ആകുമ്പോഴേക്ക് തന്നെ നമ്മൾ ഇവിടേക്ക് എത്തി, ഒരു ഉച്ചയാകുമ്പോഴേക്ക് എത്തി. പിള്ളേരെയൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കി. ഇവിടെ കിളികൾ കോഴികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിനെ വിളിച്ച് വരുത്തി. അങ്ങനെ നമ്മുടെ വാഗ്യാരെ പപ്പീസിൻ്റെ ഒക്കെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ കഴിക്കുകയാണ് വാഗ്യാർ. ഓൾറെഡി പപ്പികളൊക്കെ ബുക്ക്ഡ് ആയതാണ്, പക്ഷേ അവർ ഓണേഴ്സിന് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ കൊടുക്കണം, മെയിൽ ഫീമെയിൽ അവർക്കുള്ള പപ്പികളെയൊക്കെ. പിന്നെ അവസാനമായിട്ട് നമ്മുടെ അടുത്തുനിന്ന് പോകുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടാവും നമുക്ക്. നമ്മുടെ പപ്പികളൊക്കെ നല്ല വെൽ ക്വാളിറ്റിയാണ്, വെൽ ഹെൽത്തി ആണെന്ന് നമ്മളവരെ പ്രഹസനം കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എന്നാണ് തോന്നുന്നത്. പിന്നെ വാഗ്യാരുടെ ചെറിയ ട്രെയിനിങ് വീഡിയോകളൊക്കെ ഇങ്ങനെ ക്ലിപ്പുകളൊക്കെ ഇട്ടു. അവർക്ക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ, പപ്പീസിനെ എങ്ങനെ ചെയ്യാന്നുള്ള ഡെമോസുകൾ. പിന്നെ ഉള്ള ഷോക്കി സ്റ്റാക്ക് ചെയ്യണ പോലെ ഒന്ന് സ്റ്റാക്ക് ചെയ്ത് നിർത്താണ്. അപ്പോൾ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ അവർക്ക് കാട്ടി കൊടുക്കുന്നത്. ഇത് നല്ല ഹെഡ് ഷോട്ടുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അക്രമങ്ങളാണ്. ഭാഗ്യം വിചാരിച്ച് ഇവൻ എന്ത് പ്രാന്തായ. പക്ഷേ ഒബീഡിയൻസൊക്കെ ഇനി ഒന്ന് പോളിഷ് ചെയ്തെടുക്കണം ഇവിടെ കോമ്പറ്റീഷൻസിന് തയ്യാറാവുമ്പോഴേക്കും. അടുത്ത നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഒരു ബാച്ച് വരുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു തയ്യാറിങ് നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഡീകോയ്സിൻ്റെ അഭാവമൊക്കെ നമുക്ക് തീർക്കാൻ പറ്റും ഒരാളും കൂടി ഉണ്ടെങ്കിൽ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു നേരെ നമ്മൾ കേരള ബോർഡറിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തോട്ടത്തിലേക്ക് വന്നതാണ്. ഇവിടെ മാവാണ്. ഇപ്പോൾ ഇവിടെ ഫെസ്റ്റ് ഒന്ന് ഇപ്പോൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് നെല്ലിന് നനയ്ക്കാൻ വേണ്ടി വെള്ളം തുറന്ന് വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിള്ളേർ ആദ്യമായിട്ടൊന്ന് വെള്ളത്തിലോട്ട് ഇറക്കാമെന്ന് വിചാരിച്ചാൽ നമ്മൾ ചെന്നൈ കാഞ്ചീപുരം ഒന്നും പോയില്ലേ, നേരിട്ടിട്ട് അവിടെ നിന്ന് നമ്മളിങ്ങോട്ടേക്ക് പോന്നു. നല്ല ടയേർഡ് ഉണ്ടായിരുന്നു. പിന്നെ പപ്പികളുടെ ഇതുകളൊക്കെ കഴിച്ച് കഴിഞ്ഞ് നേരെ കേരളത്തിലോട്ട് പോന്നു. ഇനി നിന്നുള്ള നമ്മുടെ റിട്ടേണിൽ ഈ പപ്പികളെയൊക്കെ നമുക്ക് ബാംഗ്ലൂരോട്ട് കൊടുക്കാം. ഇപ്പോൾ പപ്പികളെ ഒന്ന് വെള്ളത്തിലോട്ട് ഇറക്കാണ്. ഇവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പറന്ന് അവരെ ആക്ടിവിറ്റീസുകളൊക്കെ കണ്ട. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ എല്ലാവരും ഒന്ന് വാങ്ങിപ്പോവും. ഇപ്പോൾ വടക്കുന്നാഥൻ്റെ ഒന്ന് മീറ്റ് ചെയ്ത് വടക്കുന്നാഥൻ്റെ അവിടെ വെച്ചിട്ടായിരിക്കണം ആദ്യത്തെ ഒരു പപ്പീനെ കൊടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അവരുടെ അടുത്ത് എങ്ങോട്ടും ഡെലിവറി കൊടുത്തിട്ട് നമ്മളിവിടെ വടക്കുന്നാഥൻ്റെ അവിടെ നിന്ന് വെച്ചിട്ട് ആദ്യത്തെ ഒരു പപ്പീനെ കൊടുക്കും. അത് നമ്മുടെ തൃശ്ശൂരുള്ള ഒരാൾക്ക് തന്നെയാണ് കൊടുക്കുന്നത്, എൻ്റെ ഫ്രണ്ടിന് തന്നെയാണ്. അവൻ്റെ പേരാണ് കൽക്കി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള പപ്പീസിനൊക്കെ അതിൻ്റേതായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കും. ഒരു പപ്പി മാത്രം നമ്മൾ വയ്ക്കും, ഇന്ദ്രി. ആദ്യമായിട്ട് ഒരു വെള്ളം കാണുന്ന ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് നല്ല രീതിയിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. മാജിക് കളി തുടങ്ങി. മാജിക് എന്ന് പറഞ്ഞാൽ വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഭാഗ്യ നോക്കിയിട്ട് കെയർഫുള്ളായിട്ടാണ് വരില്ല. വെള്ളത്തിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമില്ല ആൾക്ക്. അത് ഞാൻ പറഞ്ഞല്ലോ, ബ്രീഡിനുള്ള വ്യത്യാസമാണ്. പക്ഷെ ഡച്ച് പപ്പീസും വിചാരിച്ച പോലെ വെള്ളത്തിലോട്ട് വരുന്നില്ല ഏട്ടാ. ഭാഗ്യ ഇങ്ങനെ വിളിച്ച് കൊണ്ടുവരാൻ നോക്കുന്നുണ്ടാവുള്ളൂ. അവളവിടെ പോയിട്ട് ഇങ്ങനെ വിളിക്കുന്നതാണ് അത്. നമുക്ക് നോക്കാം ഏത് പപ്പികളാണ് ആദ്യം വരുന്നതെന്ന് നോക്കാം, ആർക്കാണ് നല്ല കറേജ് ഉള്ളതെന്ന് നോക്കാം. ഇങ്ങനെയാണ് പപ്പിയുടെ ക്യാരക്ടറിനെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. പല പല ആക്ടിവിറ്റീസുകൾ കൊടുക്കുക, അതിലാരാണ് നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റിൽ ചെയ്യുന്നത്, സ്പീഡിൽ ചെയ്യുന്നത്, അതൊക്കെ നോക്കിയിട്ടാണ് പപ്പിയുടെ കറേജ് അതിൻ്റെ ബിഹേവിയറിങ്ങുകളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത്. അതിൽ ഫസ്റ്റ് വരുന്ന പപ്പിയാണ് ഫുൾ ബ്ലാക്കാണ് ഇന്ദ്രി. ഇന്ദ്രി ഭയങ്കര സ്മാർട്ടാണ്. പക്ഷെ എന്നാലും പേടിയായിട്ട് തിരിച്ചു പോയി. ഭാഗ്യ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് ഓരോ വട്ടം പോയിട്ട്. ഓ വന്നു. സെക്കൻഡ് വൺ
തേർഡ് വൺ. Come, Kagi. ബാക്കി 2 പേര് അവിടെ നിന്നു. അപ്പോൾ അവർ ഒരു ഫീമെയിലാണ് അവിടെ നിന്നിട്ടുള്ളത്. ഇവർക്കാണ് ഇത്തിരി ജാസ്തി മടി. എന്നാലും പതുക്കെ 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 ഓരോരുത്തരായിട്ട് വരാൻ നോക്കുന്നുണ്ട്. നമ്മളവിടെ കുറച്ച് നേരം ഇങ്ങനെ നല്ല രീതിയിൽ നിൽക്കുക പേഷ്യൻസിൽ. അപ്പോൾ അവർ തന്നെ വരും. ഇപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവർ മുലയൊക്കെ കുടിക്കണ കാണുമ്പോൾ അവർ ആ സൗണ്ട് ഉണ്ടാക്കുമ്പോഴൊക്കെ അവർ പെട്ടെന്ന് വരാനുള്ള ടെൻഡൻസി ഫോം ചെയ്യും. വരണില്ല, കയറി പോവാ. ഇവരെ പാലുകൂടിയൊക്കെ കഴിഞ്ഞ് റിട്ടേൺ പോകാറായി. തിരിച്ചു വന്നു. Bhagya, cute. തിരിച്ച് കിടക്കാൻ ഒരു ചെറിയ പേടിയുണ്ട് കേട്ടോ. Bhagya, go. ഒരാൾ പക്ഷെ അവിടെ നിന്നു. Hey, magic, enough. ഇപ്പം 2 പേര് വെള്ളത്തിൽ ചാടിയില്ല അല്ലേ. മേജിക്ക് അവിടെ പോയിട്ട് ഒന്ന് പുഷ് ചെയ്തതാ. വരാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. പക്ഷേ ഒന്ന് പേടിച്ചു. Bhagya. ഭാഗ്യമൊന്ന് പോയിട്ട് വിളിച്ചു കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അങ്ങനെ അങ്ങനെ ആക്ടിവിറ്റീസുകൾ കേട്ടിങ്ങനെ കളിപ്പിച്ച് കളിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. Hey, Indri. Magic, enough. Come, cute. Indri. നല്ല ക്ഷമ വേണം പപ്പകളെ ഹാൻഡിൽ ചെയ്ത് ശരിയാക്കിയെടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഇറിറ്റേഷനായിട്ട് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് ഡീമോട്ടിവേഷൻ, അവരുടെ ക്യാരക്ടറിന് പ്രശ്നം വരും. അതുകൊണ്ട് നല്ല രീതിയിൽ ഓരോ വട്ടം വെള്ളം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഓരോരോ സ്ഥലങ്ങളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ടാബ്ലറ്റുകൾ കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. Hey, magic. No. ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. അതാ പപ്പിക്ക് നല്ല രീതിയിൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനെ അവനും കൂടി വന്നിട്ടുണ്ട്. ഇനി പപ്പീസിന് കുറച്ച് ഫീഡ് കൊടുക്കുക, അവരൊന്ന് റെസ്റ്റ് ചെയ്യിപ്പിക്കുക. ഈ ട്രാവലിംഗ് ടൈമിലൊക്കെ നമ്മൾ ഡോഗ് ഫുഡ് തന്നെയാണ് കൊടുക്കുക. പപ്പീസിന് ഇപ്പോഴും ഡോഗ് ഫുഡ് തന്നെയാണ്. പിന്നെ വല്ല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ചിക്കനൊക്കെ കിട്ടി നമ്മൾ അങ്ങനെ തന്നെ റോ ആയിട്ട് കൊടുക്കും. പിന്നെ ചൂടായ കാരണം കൊണ്ട് ഇപ്പോൾ അങ്ങനെ റോ മീറ്റ് ഒന്നും ഫീഡ് ചെയ്തിട്ടില്ല. നമ്മൾ ഓൺലി ഡോഗ് ഫുഡ് ഗിംബലിസ്മുള്ള തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള പണി. ഒന്ന് വെള്ളത്തിലൊക്കെ ഒന്ന് ഇതാക്കി. ഇനി ഇവരുടെ ബ്രഷിങ് ടൈമാണ്. ആദ്യം തന്നെ വാഗ്യാനെ ഒന്ന് ബ്രഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ റബ്ബ് ചെയ്ത് ആ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ്. ഇപ്പോൾ അത്യാവശ്യം വെയിലുണ്ട്, അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഡീത്തിലൊക്കെ കിട്ടും. ചെറുപ്പത്തിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ബ്രഷ് ചെയ്യിപ്പിച്ചിട്ടൊക്കെ ഇവരെ പഠിപ്പിച്ചിട്ടുള്ള കാരണം കൊണ്ട് നമുക്ക് വളരെ ഈസിയാണ്. ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, സിമ്പിളായിട്ട് കഴിയും. മേജിക്കാണ് കുറച്ച് ഗുസ്തി കാണിക്കുന്ന ആൾ. ഇപ്പോൾ ആളും റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ ബ്രഷ് ചെയ്ത് കൈ കൊണ്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ മസിൽസൊക്കെ നല്ല റിലീസാവും. അത്യാവശ്യം നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 4 മാസം മുമ്പ് ഭയങ്കര വീക്കായിരുന്നു മേജിക്ക്. അത് നമ്മുടെ പഴയ വീഡിയോസുകൾ കണ്ടറിയാം. ഇപ്പോൾ ഇത്ര ടൈമിൻ്റെ ഉള്ളിൽ തന്നെ നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നിട്ടുണ്ടെന്ന്. വാഗ്യര ലിറ്ററൊക്കെ ട്രാവലിംഗ് ടൈമിൽ തന്നെയായിരുന്നു. ലിറ്റർ ടൈം മുഴുവൻ തലേ ദിവസം വരെ ട്രാവലിങ്ങിലായിരുന്നു ആൾ ലിറ്ററിൻ്റെ. അപ്പോൾ ഏത് ഇതിൽ വേണമെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് സെലക്ട് ചെയ്യുന്ന ബ്രീഡുകളും പിന്നെ നമ്മൾ അവരെ ചെറുപ്പം തൊട്ടിട്ട്
അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ റെഡി ആണെങ്കിൽ പ്രഗ്നൻസിയോ അല്ലെങ്കിൽ വീക്ക് കണ്ടീഷനൊന്നും ട്രാവലിങ്ങിന് ഒരു തടസ്സമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ട്രാവലിംഗ് ആയിട്ട് നമുക്ക് വരാം. ബൈ.